السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين. أما بعد. പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, നമുക്കറിയാം, നമ്മൾ ഓരോ മുസ്ലിമിൻ്റെ ജീവിതത്തിലും പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന് മുഹറം 9 അഥവാ ആശൂറ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മഹത്വം പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ്. മാത്രമല്ല, നമ്മുടെ ഓരോ പ്രവൃത്തികൾക്കും പ്രതിഫലം ലഭിക്കുന്ന ദിവസവും കൂടിയാണ്. മറ്റും അനേകം പ്രതിഫലങ്ങളാൽ ഈ ദിവസം വളരെ പുണ്യമുള്ളതാണ്. നമുക്കറിയാം, നാം ചെയ്തു പോയ, അതായത് 365 ദിവസം, ഏകദേശം 1 വർഷത്തോളം ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് നൽകുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം ഓരോ മുസ്ലിമിൻ്റെ ജീവിതത്തിലും വളരെ വലുതാണ്. അത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ അത് നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ഇന്നത്തെ ഓരോ പ്രവൃത്തികളിലും അത് തെളിയേണ്ടതാണ് എന്ന് ഓരോരുത്തരെയും അറിയിച്ചുകൊള്ളുന്നു. മാത്രമല്ല, ഇന്നും നാളെയുമായി നാം എടുക്കേണ്ട പ്രധാന ഇബാദത്തുകളിലൊന്നാണ് നോമ്പ്. അത് സുന്നത്താണെങ്കിലും അതിൻ്റെ പ്രതിഫലം ഞാൻ മുമ്പ് വിശേഷിപ്പിച്ചതുപോലെയുള്ള, അതായത് അത്രയും നമ്മൾ ചെയ്ത അത്രയും തെറ്റുകൾ, ചെറുതും വലുതുമാവട്ടെ, നമ്മളെല്ലാവരും മനുഷ്യരാണ്. സ്വാഭാവികമായി നമുക്ക് ചെറുതും വലുതുമായ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചേക്കാം. നമ്മൾ നാവുകൊണ്ട് ചെയ്ത തെറ്റ്, കൈകൊണ്ട് ചെയ്ത തെറ്റ്, മാത്രമല്ല കണ്ണുകൾ കൊണ്ടുപോലും ചെയ്തിട്ടുള്ള തെറ്റുകൾ, ഇതുപോലെയുള്ള തെറ്റുകൾ നമുക്കൊരുപാട് നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞും അറിയാതെയും സംഭവിച്ചതെല്ലാം പൊറുക്കപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ഇന്നും നാളെയുമായുള്ള സുന്നത്ത് നോമ്പ് കൂടി നിങ്ങൾ അനുഷ്ഠിക്കണം എന്ന് നിങ്ങളെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. നമ്മളെല്ലാവരും മനുഷ്യരാണ്. സ്വാഭാവികമായി നമുക്ക് ചെറുതും വലുതുമായ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചേക്കാം. നമ്മൾ നാവുകൊണ്ട് ചെയ്ത തെറ്റ്, കൈകൊണ്ട് ചെയ്ത തെറ്റ്, മാത്രമല്ല കണ്ണുകൾ കൊണ്ടുപോലും ചെയ്തിട്ടുള്ള തെറ്റുകൾ, ഇതുപോലെയുള്ള തെറ്റുകൾ നമുക്കൊരുപാട് നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞും അറിയാതെയും സംഭവിച്ചതെല്ലാം പൊറുക്കപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ഇന്നും നാളെയുമായുള്ള സുന്നത്ത് നോമ്പ് കൂടി നിങ്ങൾ അനുഷ്ഠിക്കണം എന്ന് നിങ്ങളെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഒരുപാട് ദുആകൾ ഇന്ന് നമുക്ക് ചൊല്ലേണ്ടതുണ്ട്. അപ്പോൾ ഏറ്റവും സുഖവും ഇന്ന് നമ്മൾ ചൊല്ലേണ്ടതും നമുക്ക് മുമ്പ് പരിചയമുള്ളതുമായ കുറച്ച് ദിക്റുകളാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കാനായി ശ്രമിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ദിക്റുകൾ ഇന്ന് രാത്രിയിലും നാളെയും പറ്റുമെങ്കിൽ നിങ്ങളുടെ ഓരോ വക്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തെ ദിക്ർ എന്ന് പറയുന്നത് ആശൂറ രാവിൽ 70 വട്ടം ചൊല്ലേണ്ടതാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്നത് 70 പ്രാവശ്യം ആശൂറ രാവിൽ നിങ്ങൾ ചൊല്ലുക. പിന്നീടുള്ളത് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്താണ്. അത് 1000 തവണയാണ് നാം ചൊല്ലേണ്ടത്. സൂറത്തുൽ ഇഖ്ലാസ് 1000 തവണ ചൊല്ലുക. മൂന്നാമതായി വരുന്നത് ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ എന്നതാണ്. അത് 70 പ്രാവശ്യമാണ് നാം ചൊല്ലേണ്ടത്. നാലാമതായി ലാ ഇലാഹ ഇല്ലാ അൻതൽ അലിയുൽ അഅ്ലാ വലാ ഇലാഹ ഇല്ലാ അൻത റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ വമാ തഹത ثرى اللهم ارزقني كمال الحسن وسعادة العقبى وخير الآخرة والأولى. ഒരു തവണ കൂടി ആവർത്തിക്കുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത അലിയുൽ അഅ്ലാ ലാ ഇലാഹ ഇല്ലാ അൻത റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ വമാ തഹത ثرى اللهم ارزقني كمال الحسن وسعادة العقبى وخير الآخرة والأولى എന്നത് 300 തവണ ചൊല്ലുക. അടുത്തത് അഞ്ചാമതായി നാം 1000 വട്ടം ചൊല്ലുവേണ്ട ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹുൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇ ദുനൂബി വൽ ആസാം. അതായത് അസ്തഗ്ഫിറുല്ലാഹുൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇ ദുനൂബി വൽ ആസാം എന്ന ദിക്ർ 1000 തവണ ചൊല്ലുക.
ഇത്രയും സിക്റുകളാണ് ഇന്നത്തെ രാവിൽ നിങ്ങൾ പാരായണം ചെയ്യേണ്ടത്. ഇത്രയും സിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മനസ്സിലുള്ള എന്ത് ആഗ്രഹമാണോ അത് അള്ളാഹുവിലേക്ക് കൈകളുയർത്തി തഖ്വയോടെ ഈമാനോടെ കരഞ്ഞുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക. തീർച്ചയായും അതിന് പ്രതിഫലമുണ്ടാവും. മാത്രമല്ല തുടർന്നുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റവും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇത്രയാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കേണ്ട അറിവ്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മൾ ഏവർക്കും അല്ലാഹു തആല മാപ്പ് നൽകി നമ്മൾ ചെയ്തു പോയ തെറ്റുകൾക്ക് അല്ലാഹു തആല മാപ്പ് നൽകി നമ്മളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കുടുംബങ്ങൾ, ജ്യേഷ്ഠാനുജന്മാർ എല്ലാവർക്കും അല്ലാഹു തആല ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മൾക്കും അവർക്കും അല്ലാഹു തആലയുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അല്ലാഹു തആല നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.